അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുറൂസ് അറബി മലയാളത്തിലെ മൂന്നാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠത്തിൽ എകാരം പഠിച്ചു അല്ലേ? അതിന് നമ്മൾ യമുനയും ഏലത്തെയും പഠിച്ചു. രണ്ടാം പാഠത്തിൽ നമ്മൾ ഒന്നും ഓലയും ഒകാരവും പഠിച്ചു. മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ അക്ഷരമാല പഠിച്ചപ്പോൾ അലിഫ് ബാ പഠിച്ചിട്ടുണ്ട്. ഈ ബാഇന് ഒരു പുള്ളിയാണ്, എന്നാൽ ബാഇൻ്റെ താഴെ രണ്ട് പുള്ളിയും കൂടി കൂട്ടിയിട്ട് ഒരു 3 പുള്ളി കൊടുത്തിട്ട് പ എന്നാണ് പഠിക്കാൻ പോകുന്നത്. പ പല്ല്. മൂന്നാം പാഠത്തിലെ ഒരക്ഷരം പുതിയതായി പഠിക്കുന്ന ഒരക്ഷരം പായാണ്. പല്ല് പ. പല്ലി. പാറ. പ നീട്ടാൻ വേണ്ടി ഒരു അലിഫ് ഇട്ട് കൊടുക്കുക. പാറ. പിതാവ്. പൊത്ത്. പോത്ത്. പേന. പാല്. പൂവ്. ഉപ്പാപ്പ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന പുതിയ അക്ഷരം പായാണ്. ബാ എഴുതുന്നത് പോലെ ബാ എഴുതി 2 പുള്ളി കൂടെ കൂടുതലിട്ട് കൊടുക്കുക. അപ്പോൾ പാ എന്നാവും. അപ്പോൾ മൊത്തം 3 പുള്ളി ഇടും. 3 പുള്ളി താഴെ കൊടുത്തു കഴിഞ്ഞാൽ പായായി. എന്നിട്ട് അതിന് ഫത്ത് കൊടുക്കുക. അപ്പോൾ പാ. കെസർ കൊടുത്താൽ പി. ദമ്മ് കൊടുത്താൽ പൂ. ആ പാക്കൊരു അലിഫ് കൊടുത്താൽ പാ. പാക്ക് കെസർ കൊടുത്തിട്ട് ഒരു യാ ഇട്ട് കൊടുത്താൽ പീ. പാക്ക് ലൊമ്മ് കൊടുത്ത് വാവ് ഇട്ട് കൊടുത്താൽ പൂ. ഇനി ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാലോ. പാഠം 3 പല്ല്. പ. പല്ലി. പാറ. പിതാവ്. പൊത്ത്. പോത്ത്. പേന. പാല്. പൂവ്. ഉപ്പാപ്പ. ഇനി അതിൽ വേറൊരക്ഷരം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്, ന. നമ്മൾ നാന്ന് എഴുതുമല്ലോ. അറബിയിൽ നാന്ന് എഴുതിയിട്ട് താഴെ ഒരു പുള്ളിയും കൂടി കൊടുക്കുക. അപ്പോൾ താഴെയും മേലെയും ഓരോ പുള്ളി വരും. താഴെ ഒരു പുള്ളി, മേലെ ഒരു പുള്ളി. എന്നിട്ട് ഫത്ത് എടുത്തു കൊടുത്താൽ ന എന്ന് കിട്ടും. കെസർ ഇട്ട് കൊടുത്താൽ നീ. ദമ്മിട്ട് കൊടുത്താൽ നു. അപ്പോൾ ഈ നാക്ക് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നത് കണ്ണ്. എന്താണ്? കണ്ണ്. നാന്ന് എഴുതിയിട്ട് അതിൻ്റെ സദ് കൊടുത്ത് സുക്കൂൻ എഴുതുക. സാധാരണ നൂൻ എഴുതി താഴെ ഒരു പുള്ളി കൊടുത്ത് ഒരു സദ് ഇട്ട് എന്നിട്ടൊരു ഒരു സുക്കൂനും കൊടുത്താൽ ന് എന്നായി. അപ്പോൾ കണ്ണ്. ന. അണ്ണാൻ. കണ്ണീർ. മണ്ണ്. മണം. കണ്ണൂർ. പെണ്ണ്. തണുപ്പ്. തണൽ. പണം. കണ്ട? ഒന്നുകൂടെ വായിച്ചുതരാം. കണ്ണ്. ന. അണ്ണാൻ. കണ്ണീർ. മണ്ണ്. മണം. കണ്ണൂർ. പെണ്ണ്. തണുപ്പ്. തണൽ. പണം. ഇനി പാഠം 3 ഒന്നിച്ച് വായിക്കാം. പല്ല്. കണ്ണ്. പ. ന. പല്ലി. പാറ. പിതാവ്. പൊത്ത്. പോത്ത്. പേന. പാല്. പൂവ്. ഉപ്പാപ്പ. ഇനി കണ്ണിൻ്റെ ഒന്നുകൂടെ. കണ്ണ്. ന. അണ്ണാൻ. കണ്ണീർ. മണ്ണ്. മണം. കണ്ണൂർ. പെണ്ണ്. തണുപ്പ്. തണൽ. പണം. ഇനി നമ്മൾ ഒരു വർക്ക് ചെയ്യാണ്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പുറത്തു പോയി. അപ്പോൾ നമ്മൾ എഴുതുകയാണ് പാ എന്നെഴുതി 3 പുള്ളിയിട്ട് എന്നിട്ട് അതിന് ദമ്മ് കൊടുത്ത് പൂ. എന്നിട്ട് ആ പൂവിൽ റാ കൂട്ടി എഴുതുക. പുറ. എന്നിട്ട് ഒരു താ, റായിന് ശേഷം ഒരു താ എഴുതുക. റാമ് കൂട്ടാതെ റായിൽ നിന്ന് അല്പം വിട്ടിട്ട് താ എഴുതി അതിന് സദ് കൊടുത്ത് സുക്കൂൻ കൊടുക്കുക. സദ് കൊടുത്ത് ലമ്മ് കൊടുക്കുക. പുറത്തു. എന്നിട്ട് പാ എഴുതുക. പാക്ക് ഒകാരം കൊടുക്കുക. പോ. എന്നിട്ട് വാവ് കൊടുക്കുക. പോ. എന്നിട്ട് യാ കെസറിട്ട് എഴുതുക. പോയി. അപ്പോൾ പുറത്തു പോയി. പുറത്തു പോയി. പുറത്ത് പോയി. പുറത്തു പോയി.
താഇന് എന്തായിട്ടെടുക്കുക? താഇന് ദമ്മ്, പുറത്തു പോയി. ഇനി പായസം, പാ എഴുതി പാമല അലിഫിട്ട് കൊടുത്ത പാ, എന്നിട്ട് യാ എഴുതി, എന്നിട്ട് സീൻ എഴുതി ഫത്ത് കൊടുത്ത് ഒരു മീം എഴുതി കൊടുക്കുക, പായസം, മീമിന് സുക്കൂന്. ഇനി പണം വേണം, പണം, പാ എഴുതി നാ എഴുതുക, നൂന് എഴുതിയിട്ട് താഴെ മേലെ പിന്നെ പുള്ളിട്ട് കൊടുത്താലാണ് നാ നൽകുക. അപ്പോൾ പണ, എന്നിട്ട് മീമിന് സുക്കൂൻ ഇട്ട് വെക്കുക, പണം. എന്നിട്ട് വാവ് എഴുതി വാവിന് എകാരം കൊടുക്കുക, വേ, എന്നിട്ട് എകാരത്തെ നീട്ടുക, യാ ഇട്ട് കൊടുത്തിട്ട് വേണം, പണം വേണം. പിന്നെ അതിൻ്റെ താഴെയുണ്ട് ഉപ്പ പണം തന്നു. അതിന് നല്ല കളർ കൊടുക്കുക, അടിപൊളി കളർ കൊടുത്തിട്ട് നിറം കൊടുത്ത് എഴുതുക. അതിൻ്റെ താഴെയുണ്ട് പ പി പു, പാ പി പൂ ണ ണി. അപ്പോൾ നല്ല പോലെ വായിച്ച് നോക്കി ഇതൊന്നുകൂടെ പുസ്തകത്തിൽ മൊത്തത്തിൽ എഴുതുക. എന്നിട്ട് പാ വെച്ചും പാ വെച്ചും പോ വെച്ചും പോ എന്നും പേ വെച്ചും ഒരു 5 പദങ്ങൾ എഴുതി നോക്കുക. അതുപോലെ ണ ണ ണി നീ ണു നൂ നെ നോ എന്നൊക്കെ വെച്ചിട്ട് ഒരു 5 പദങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ.